അല്ല ഭരണമൊക്കെ പോകുമ്പോ നിങ്ങളുടെ ചാനൽ അങ്ങനെ അജണ്ട ഉണ്ടെങ്കിൽ വെച്ചോ. അത് പറ്റില്ലല്ലോ. അല്ല അത് പറ്റില്ലല്ലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു മനുഷ്യന്മാരെ, നടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണണം. അതായത് സന്ദീപ് വാര്യർ ചർച്ചയിൽ വാദിച്ച് ജയിക്കുകയാണ്. ഇവിടെ ഇരുന്ന CPM പ്രവർത്തകൻ അതായത് KS അരുൺകുമാറിന് ഉത്തരമില്ല. അരുൺകുമാർ ചർച്ചയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും 1 മണിക്കൂർ തീർന്നാൽ മതിയെന്ന്. മധുസാജി എങ്ങനെ സന്ദീപ് വാര്യർ ചോദിക്കുന്ന ചോദ്യത്തെ ഒന്ന് നിർത്താം. മധുസാജി ആകെ പെടുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, റിപ്പോർട്ടർ ചാനൽ ഒരു CPM ചാനലാണ്. ആ ചാനലിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധത, പിണറായി വിജയന്റെ ദുർബലമായ ഭരണം വിളിച്ചു പറയുകയാണ്. ഓരോ പോയിന്റും ചോദിക്കുകയാണ്, ഉത്തരം മുട്ടുകയാണ് CPM പ്രവർത്തകന്. ചിരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും 1 മണിക്കൂർ തീർന്നാ മതിയെന്ന് അരുൺകുമാർ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ നമുക്ക് കടക്കാം സന്ദീപ് വാര്യരുടെ ഓരോ ചോദ്യത്തിനും. പൊന്നുമനുഷ്യന്മാരെ, അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നന്നായിട്ട് കേട്ട് നോക്കാം. ചർച്ചയിൽ ഇടപെടല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ. അരുൺ ഒരു പോയിന്റ് പറയുന്നു, ഞാനൊരു കൗണ്ടർ പറയുന്നു. ഉടൻ തന്നെ CPM പ്രതിനിധി അത് കൗണ്ടർ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണം. ഞാൻ അരുണിനോട് 2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ട് 3 ചോദ്യം ചോദിച്ചു. അതായത് അരുൺകുമാർ ഉത്തരമില്ലാതെ മുട്ടുമ്പോ എങ്ങനെയെങ്കിലും മനസ്സിൽ നിന്ന് ഇങ്ങനെ ഉത്തരമാക്കുകയാണ് അരുൺകുമാർ സന്ദീപ് വാര്യരുടെ ആ ഒരു ചോദ്യത്തിന്. അപ്പോ ഈ പറയുന്ന മധുസാജി എന്ന റിപ്പോർട്ടർ ചാനൽ CPM ചാനലാണ്. ആ ചാനലിന്റെ അവതാരിക എങ്ങനെയെങ്കിലും CPM പ്രവർത്തകൻ രക്ഷപ്പെടണം, അതിനുവേണ്ടി കൂടുതൽ സംസാരിക്കാൻ സമയം കൊടുക്കുകയാണ്. അതിന് സന്ദീപ് വാര്യർ പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ പോവാമെന്ന്. നോക്കാം, നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. ചോദിച്ചു, അല്ല ഭരണമൊക്കെ പോകുമ്പോ നിങ്ങളുടെ ചാനൽ അങ്ങനെ അജണ്ട ഉണ്ടെങ്കിൽ വെച്ചോ. ഇതെന്താ അജണ്ട? ഞാൻ നിങ്ങളോട് 2 പേരുടെ 3 ചോദ്യങ്ങൾ വീതമാണ് ചോദിച്ചത്. അതിലൊക്കെ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ ചർച്ച നടത്തുമ്പോ അങ്ങനെ കണ്ടമാനം വഴിയൊന്നും ചർച്ച പോകില്ല. സന്ദീപ് വാര്യർ, നിങ്ങൾ വലിയൊരു പുലി തന്നെയാണ്. CPM കോട്ടയിൽ ഇരുന്നിട്ട് പറയുകയാണ്, അതെന്ത് ന്യായം? CPM പ്രവർത്തകൻ ഇഷ്ടം പോലെ നീ എത്ര വേണമെങ്കിലും സംസാരിക്കും. അതായത് CPM പ്രവർത്തകന് സംസാരിക്കുമ്പോൾ ഇത്തിരി സമയം വേണം. കാരണം അവൻ തന്നെ മനസ്സിൽ ഉണ്ടാക്കുന്നതാണ് ഉത്തരം. ഇപ്പോ വയനാടിൽ പിണറായി വിജയൻ പൈസ എന്ത് ചെയ്തു, കോവിഡ് സമയത്ത് പൈസ എന്ത് ചെയ്തു, ഖജനാവിലുള്ള പൈസ എന്ത് ചെയ്തു, ഖജനാവ് എങ്ങനെ കാലിയായി, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുകയാണ്. മനസ്സിൽ നിന്ന് ആലോചിക്കുകയാണ്, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു. കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു TV അല്ലേ. അപ്പൊ ഉത്തരം കൊടുക്കാതിരുന്നാൽ മോശമല്ലേ? അപ്പോ അരുൺകുമാറിന് ഉത്തരമില്ലാത്ത സമയത്ത് മധുസാജി കൂടുതൽ സമയം ചിന്തിക്കൂ, എന്തെങ്കിലും പറയൂ, പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു സമയം കൂടുതൽ കൊടുക്കുകയാണ്. ബാക്കി വെച്ച് തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, തൃക്കരിപ്പൂരിൽ നമ്മുടെ സന്ദീപ് വാര്യർ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടത് തൃക്കരിപ്പൂർകാര എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. സന്ദീപിനെ പോലുള്ള ആൾക്കാരാണ് വിജയിച്ചു വരേണ്ടത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ശരിയല്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന് അപ്പൊ തന്നെ മറുപടി പറയാൻ അവസരം കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവസരം തരണം. ഒരവസരം കൂടുതൽ എന്താ? ധാരണയുണ്ട്. അത് പറ്റില്ലല്ലോ. അത് പറ്റില്ലല്ലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? LDF പ്രതിനിധിക്ക് ഉടനെ അവസരം തെറ്റാണ്. അത് ശരിയല്ല. എന്തൊരു കഷ്ടമാണ്. എന്ത് കഷ്ടമാണ് മധുസാജി. ആളെല്ലാം മറ്റേ ചെങ്ങായുണ്ട് KS അരുൺകുമാർ, അവൻ മിണ്ടാപ്രാണി പോലെ മിണ്ടാതിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സമയം പോയി കിട്ടട്ടെ, എങ്ങനെയെങ്കിലും 1 മണിക്കൂറാവണല്ലോ. അവൻ ഇടപെടുന്നില്ല. അതായത് എന്നോടൊരു ചോദ്യം ചോദിക്കൂന്ന് പോലും പറയുന്നില്ല. ഈ CPMന്റെ ചർച്ചയ്ക്കിരുന്നവൻ അവൻ അറിയും, പെട്ടിട്ടുണ്ട് സന്ദീപ് വാര്യർ. അങ്ങനത്തെ ചോദ്യമാണ് ചോദിച്ചത്. എങ്ങനെയെങ്കിലും മധുസാജിയോട് പിണങ്ങിട്ടെങ്കിലും 1 മണിക്കൂറെങ്കിലും നീങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ വില പോവുമല്ലോ എന്നാണ് അരുൺകുമാർ ചിന്തിക്കുന്നത്. ഒരു ചോദ്യത്തിനും മർമ്മമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഓക്കെ, എന്തായാലും മധുവിനോടൊരു കാര്യം പറയുകയാണ്, പൊന്നു മധു, സുധിയ പാർവതി ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യരുത്. കാരണം ഇവിടെ ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും തുല്യരാണ്. നിങ്ങളുടെ CPM ചാനലോ കോൺഗ്രസ് ചാനലോ എന്ത് മണ്ണാങ്കട്ട ചാനലാകട്ടെ, അവിടെ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടുതൽ അരുൺകുമാറിന് സമയം കൊടുക്കുക, സന്ദീപ് വാര്യറിന് സമയം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ തെറ്റെന്നാണ് ഞാനിവിടെ മധുവിനോട് പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ചോദിച്ചത് അങ്ങയോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. തർക്കത്തിൽ പോയി മറ്റുള്ളവരുടെ സമയം കളയേണ്ട, അങ്ങ് പറഞ്ഞോളൂ, ചുരുക്കി പറയണം ദയവേ. ഈക്വൽ അല്ലെന്നേ, എനിക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ.
അങ്ങനെയല്ലോ ഞാൻ മറുപടി പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് പെട്ടെന്ന് പറയൂ. കൊടുത്തോ അവസരം കൊടുത്തോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് കൗണ്ടർ ചെയ്യാൻ ഉടനെ തന്നെ എനിക്ക് അവസരം തരണം. എന്തൊരു കഷ്ടമാണ്. അല്ല, കഷ്ടത്തിന്റെ കാര്യമൊന്നുമില്ല. ഇത് കണ്ടുപിടിച്ച് മനസ്സിലാവില്ലേ, ആളുകൾക്ക് മനസ്സിലാവില്ലേ, നിങ്ങൾ പിന്നെ ബയസ്ഡാന്ന് മനസ്സിലാവില്ലേ ചാനൽ. ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ വളരെ വ്യക്തമായിട്ടാണ് അത് പ്ലാൻ ചെയ്തു പോയത്. റിപ്പോർട്ടർ ചാനൽ എന്നും ഇങ്ങനെ തന്നെയാണ്. സന്ദീപ് വാര്യർ പറയാൻ 100% ശരിയാണ്. ഒരു കാര്യം പറയാം, ജനൻ ടിവിയോടും മീഡിയ വണിനോടും റിപ്പോർട്ടറിനോടും ഒരു കാര്യം പറയുകയാണ്. ജനൻ ടി വി മറ്റേ RSSന് വേണ്ടിയിട്ടും BJPക്ക് വേണ്ടിയിട്ടുമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. മീഡിയ വണ്ണാകട്ടെ കോൺഗ്രസിനാണ് അധികം സംസാരിക്കുന്നത്. റിപ്പോർട്ടർ LDF ഈ 3 ചാനലുകളോട് ഒരു കാര്യം പറയുകയാണ്. അതായത് നിങ്ങൾ മാധ്യമങ്ങളാണ്, മുഖ്യധാരാ മാധ്യമങ്ങളാണ്, നിങ്ങൾ എന്തിനാണ് മതവും രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവരുന്നത്? റിപ്പോർട്ടറെ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സന്ദീപിന്റെ വായടപ്പിക്കുന്നു? മധു തന്നെ വളരെ വളരെ മോശമായിട്ടാണ് ഇവിടെ സന്ദീപ് വാര്യരോട് സംസാരിക്കുന്നത്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഉത്തരമില്ല. മധുവിനറിയും സന്ദീപിന് ഒരു 4 മിനിറ്റ് സംസാരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ കാണിക്കുന്ന ദുർബലമായ മരണം സകല വിളിച്ചു പറയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സന്ദീപിന്റെ വായൊന്ന് അടപ്പിക്കണം. അതായത് CPM ചെയ്യുന്നത് നല്ലതാണെങ്കിൽ, പിണറായി വിജയന്റെ ഭരണം നല്ലതാണെങ്കിൽ, ഇവിടെ മധുവും സന്ദീപ് വാര്യറും തർക്കിക്കുമ്പോ CPM പ്രതിനിധിയായ അരുൺകുമാർ ഒരു ചോദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഇടപെടൂലേ? അയാൾ മിണ്ടാപ്രാണിയെ പോലും മിണ്ടാതിരിക്കുകയാണ്. ഇടപെട്ട് കഴിഞ്ഞാൽ പറയാൻ ഇതില്ല, വാക്കുകളില്ല. സന്ദീപ് വാര്യരോട് അങ്ങനെയുള്ള തീപ്പൊരി ചോദ്യം വരെ നമ്മുടെ സന്ദീപ് വാര്യരോട് ചോദിക്കുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പറയുന്നില്ലല്ലോ, ചട്ടം പഠിപ്പിക്കലല്ലേ, അങ്ങ് പറയൂ. അല്ല, ഞാൻ ചട്ടം പഠിപ്പിച്ചൊന്നുമല്ല. നിങ്ങൾ ബയസ്ഡ് ആണ്. ഞാൻ തർക്കിച്ച് വാങ്ങേണ്ടി വരികയാണ് സമയം. ഇത്രയേ ഉള്ളൂ. അരുൺകുമാർ പറഞ്ഞത് വികസന കാര്യങ്ങൾ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പം ഇങ്ങനെ കണക്കുകൾ പറയുന്നുണ്ടല്ലോ, ഈ കണക്കുകളൊന്നും ഗ്രൗണ്ടിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. ഇപ്പം കിഫ്ബിയുടെ കണക്കുകൾ അദ്ദേഹം പറഞ്ഞു. കിഫ്ബിയിൽ 10,000 കോടി രൂപ ചെലവാക്കിയിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. അത് ഇതെല്ലാം ബജറ്റിൽ ഉൾപ്പെടുത്തി നേരത്തെയും സർക്കാരുകൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഒരു 10 വർഷം നീണ്ട ഭരണത്തിന്റെ കാലയളവിൽ സ്വാഭാവികമായി നടക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനപ്പുറം കേരളത്തിന് ഉണ്ടായിരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ജമ്പിങ് ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. 100% കഴിഞ്ഞിട്ടില്ല. ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നതല്ല. 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു സഖാക്കളെ പിണറായി വിജയൻ? നമ്മൾ അയച്ചു കൊടുത്ത വയനാട് പൈസ, കോവിഡ് സമയത്ത് പൈസ, പ്രളയം വന്ന പൈസ, ഇതൊക്കെ എവിടെ പോയി സഖാക്കളെ? ഒരു 10 വർഷം തുടർച്ചയായി ഒരു സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം എന്തൊക്കെ മെച്ചപ്പെടണം? ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല. ആർക്കും പണിയില്ലാതെ എല്ലാവരും തെണ്ടുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ കണക്കുകൾ നിരത്തിയിട്ടുള്ള കള്ളക്കണക്കുകളാണ് നിരത്തിയതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പറയുന്നു. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തെ പ്രശ്നം പറയുന്നു. തൃക്കരിപ്പൂരിലെ ജനങ്ങളെ കുടിവെള്ള പ്രശ്നം പറയുന്ന സമയത്ത് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം കുടിവെള്ളമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ വന്യമൃഗശല്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾ നിയമം പാസ്സാക്കി അയച്ചു പറഞ്ഞ കാര്യമുണ്ടോ? കാട്ടാനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നില്ലേ? അത് തടയേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളത്? അതേസമയത്ത് ശല്യം തടയേണ്ട വനംവകുപ്പ് മന്ത്രി ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശ മേഖലയിൽ ഒരു പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തീരദേശ മേഖലയിൽ വറുതിയാണ് സാർ, വലിയ പ്രയാസമുണ്ട്. സർക്കാർ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല, വസ്തുതയായിട്ട് അവിടെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഓരോ നിയോജകമണ്ഡലത്തിലും വികസന കാര്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ പറയാം. ഇപ്പോൾ യാത്രാക്ലേശം, മലയോര മേഖലയിൽ പല സ്ഥലങ്ങളിലേക്കും ബസ്സുകളിൽ ആവശ്യത്തിന് രാത്രിയായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. താലൂക്ക് ആശുപത്രിയിൽ രാത്രി കിടത്തി ചികിത്സയില്ല. നിങ്ങൾ തൃക്കരിപ്പൂർ പോയി നോക്ക്. കെട്ടിടങ്ങൾക്ക് പെയിന്റ് അടിച്ച് വെക്കുന്നതാണോ വികസന പ്രവർത്തനം? നിങ്ങൾ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൽ പെയിന്റ് അടിച്ച് വെച്ച് അത് വികസനമാണെന്ന് പറയരുത്. ഉദാഹരണത്തിന് തൃക്കരിപ്പൂരിൽ നടക്കാവിലൊരു സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയം ഉണ്ടാക്കി വെച്ച് അതിനകത്ത് കളിക്കാൻ കൊള്ളാത്ത ഗ്രൗണ്ട് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്, മെയിൻ്റനൻസ് ഇല്ല. അപ്പോൾ ഇത് വലിയ തോതിൽ കോടിക്കണക്കിന് ചിലവാക്കി കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് അഴിമതി നടത്തുക എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാർ 10 വർഷം ഭരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു വികസന പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ കേരളം പുറകോട്ട് ബാക്കി വെച്ചു തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. സന്ദീപ് വാര്യർ ഇങ്ങനെ തകർക്കുമ്പോ എന്ത് ചെയ്തു പിണറായി വിജയൻ എന്ന് ചോദിക്കുമ്പോ അവിടെ ഇരുന്ന CPM പ്രതിനിധിയായ KS അരുൺകുമാർ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ സന്ദീപ് പറയുന്നത് തെറ്റാണ്, എനിക്ക് പറയാൻ അവസരം തരൂ നീ പറയുന്ന അരുൺകുമാർ പറയില്ലേ? അരുൺകുമാറിന് അറിയാം സന്ദീപ് പറയുന്നതെല്ലാം ശരിയാണ് എന്താണല്ലേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങ് ഒരു ബൂത്തിൽ പോയി കള്ളവോട്ട് നടത്തിയ ഒരാളെ തടഞ്ഞു നിർത്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെയുള്ളതൊക്കെ പരാജയം കണ്ടുള്ള ജാമ്യം എന്നുള്ളതാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞത്. ഈ മാധു, ഈ വടക്കൻ മലബാറിലെ ഇത്തരം ചില പോക്കറ്റുകളുണ്ട്. CPM പാർട്ടി ഗ്രാമങ്ങളടക്കമുള്ള പോക്കറ്റുകളുണ്ട്. ഇവിടെ ഈ കള്ളവോട്ടെന്ന് പറയുന്ന ഒരു ആചാരം പോലെയാണ്.
അത് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള കുറേ ആളുകൾ. അത്തരം ഒരു പ്രദേശത്താണ് ഞാൻ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയിട്ടുള്ളത്. അവിടെ ഉദിനൂർ എന്ന് പറയുന്ന ബൂത്തിൽ ഞാൻ നേരിട്ട് പോയി കയ്യോടെ കള്ളവോട്ട് പിടിച്ചു, കയ്യോടെ പിടിച്ചു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ ആധാർ കാർഡ് കൊണ്ടുവരികയാണ്. ആധാർ കാർഡ് വരുന്ന സമയത്ത് പ്രിസൈഡിങ് ഓഫീസർ ഈ ആധാർ കാർഡ് വാങ്ങി പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. ശരി, വീട്ടുപേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് വീട്ടുപേര് ഓർമ്മയില്ല, സ്വന്തം വീട്ടുപേര് പറയാൻ പറ്റിയില്ല, കള്ളവോട്ടാണ്. ഞാൻ ഉടൻ തന്നെ പ്രസിഡന്റ് മിനിസ്റ്റർ പറഞ്ഞു ഇത് പോലീസിന് കൈമാറണം പറഞ്ഞപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ CPM-ന്റെ ആളാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വീട്ടുപേര് ചോദിച്ചത്. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? തൃക്കരിപ്പൂരിലാണ് സംഭവം. അതായത് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് CPM കോട്ട എന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടത്. അവിടെ പോലും കള്ളവോട്ട്. അന്നെങ്കിൽ അത് CPM കോട്ടയായത് ഒരു പക്ഷേ കള്ളവോട്ടിലായിരിക്കും. നാണമുണ്ടോ നിങ്ങളുടെ കോട്ട എന്ന് പറയുന്ന CPM കോട്ടയിൽ കള്ളവോട്ട് ചെയ്യാൻ? ഇപ്രാവശ്യം അവിടെ എത്ര കള്ളവോട്ട് ചെയ്താലും സന്ദീപ് വാര്യർ ജയിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ബാക്കിയും കൂടി കേട്ടു നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ പറയുകയാണ് കള്ളവോട്ട് ചെയ്യാത്തത് കൊണ്ട് പോലീസിന് കൈമാറേണ്ട കാര്യമില്ല. പോലീസ് അവനെ പിടിച്ചു വെച്ചു, പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യാൻ. കള്ളവോട്ടിന് വന്നയാളെ ഒരു വനിതയായ പ്രിസൈഡിംഗ് ഓഫീസർ ഉദിനൂരിലെ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ മനഃപൂർവ്വം ആ കള്ളവോട്ട് ചെയ്യാൻ വന്നയാളെ രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഒരു കള്ളവോട്ടല്ല, എന്റെ കണ്ണിന്റെ മുന്നിലൂടെ സ്ത്രീ കള്ളവോട്ട് ചെയ്തു പോയി. അത് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മാധ്യമങ്ങൾ കാണാതെ ഫോണിൽ ദൃശ്യങ്ങൾ പതിയാതെ മുഖം പൊത്തി ഇറങ്ങിപ്പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. മിസ്റ്റർ മധു, നീ പറയുന്നുണ്ട് മുഖം മൂടിയാണ് അയാൾ പോയത് എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ടറിന്റെ മാധ്യമം അയാളുടെ പിന്നിൽ പോവാത്തത് ക്യാമറയും കൊണ്ട്? അതായത് CPM പ്രവർത്തകനാണ് അങ്ങനെ ചെയ്തത്. നേരെ മറിച്ച് കോൺഗ്രസോ BJP-കാരനായാലും ഉറപ്പിച്ചോട് നിങ്ങളെ പിടിച്ചേനെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. അപ്പോൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ചെയ്യാനുള്ള വ്യാജരേഖയുമായി വന്നപ്പോൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ആ ബൂത്തിൽ നിന്ന് അയാൾക്ക് നിയമത്തിന്റെ പിടിയിൽപ്പെടാതെ പോകാൻ കഴിഞ്ഞത്. അല്ല, വാസ്തവത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ CPM-ന്റെ അനുഭാവിയായിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ബൂത്തിലല്ല മാധു, അവിടെ പിലിക്കോടും അതുപോലെ നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിലും തൃക്കരിപ്പൂരിലെ ഈ പറയുന്ന ഉദിനൂർ പടന്നയിലെ ഉദിനൂർ പോലെയുള്ള ബൂത്തിലുമൊക്കെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചില ബൂത്തുകളിൽ ബൂത്തുകളിലൊക്കെ വ്യാപകമായ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ഓരോ ബൂത്തിലും സാധാരണ അനുവദിക്കപ്പെടുന്ന ഓപ്പൺ വോട്ടുകളെക്കാൾ കൂടുതൽ 200 ഓപ്പൺ വോട്ടുകൾ വരെ ഒരു ബൂത്തിൽ ചെയ്ത സ്ഥലങ്ങളുണ്ട്. കാരണം ആ ഓപ്പൺ വോട്ടുകൾ എന്ന് പറയുന്നത് അതിൽ രസകരമായ കാര്യം CPM-ന്റെ അണികളുടെ വോട്ടുകൾ തന്നെയാണ് ഓപ്പൺ വോട്ടുകളായി ചെയ്യിപ്പിക്കുന്നത്. അത് പാർട്ടിക്ക് വിശ്വാസമില്ല, സഖാക്കളെ വിശ്വാസമില്ല. അവർ പോയി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്താൽ അവർ സന്ദീപിന് വോട്ട് ചെയ്യുന്ന ഭയമുള്ളത് കൊണ്ട് അത് ഓപ്പൺ വോട്ടാക്കി ചെയ്യിച്ചു. പാർട്ടിക്ക് സ്വന്തം സഖാക്കളെ വിശ്വാസമില്ലാത്തത് കൊണ്ട്. ഉദിനൂർ ബൂത്ത് ഞാൻ പോകാൻ കാരണം ഇൻ ഏജന്റ് ആയിട്ടുള്ള ഒരു വനിതയായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു. ആ 3 മണി വരെ ആ സ്ത്രീ അവിടെ ഇരുന്ന് കള്ള വോട്ടുകളെ ചലഞ്ച് ചെയ്ത് തടഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു രക്ഷയില്ലാതായപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീയുടെ നേർക്ക് നായക്കൊരണ പൊടിയെറിഞ്ഞ് ശരീരത്തിൽ ആകെ ചൊറിഞ്ഞ് അവർക്ക് ആ ബൂത്തിലിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. ഞാൻ ആ വിവരം അറിഞ്ഞ് ഞാൻ ആ സമയത്ത് ഏകദേശം 1 മണിക്കൂർ ദൂരെയായിരുന്നു. ഞാൻ ഓടി ആ ബൂത്തിലേക്ക് വരികയാണ്. ഞാൻ വരുന്ന സമയം വരെ ഏകദേശം 1.5 മണിക്കൂർ നേരം അവിടെ ധാരാളം കള്ളവോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് CPM-ന്റെ പ്രവർത്തകർ DYFI-ക്കാർ അവിടെ കള്ളവോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടതോടി അവർ ഓടി അവിടുന്ന്. ഞങ്ങൾ പുറകെ പോയി ബാക്കിലെ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, സൗകര്യം ചെയ്തിരിക്കുകയാണ്. അവിടെ ഞാൻ അവസാനം ആ ബൂത്തിൽ കുത്തിയിരിക്കേണ്ട സാഹചര്യം വന്നു. 6 മണിക്ക് ബൂത്ത് അടയ്ക്കുന്നവരെ ഞാൻ കുത്തിയിരുന്ന് ഒരു 50 കള്ളവോട്ടുകൾ ഞാൻ തടഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഈ സന്ദീപ് വാര്യർ പറയുന്നത്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇതിപ്പോ തൃക്കരിപ്പൂരിൽ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിപ്പോ CPM കോട്ട എന്ന് പറയുന്ന എല്ലായിടത്തും സ്ഥിതി ചെയ്ത് തന്നെയാണ്, കള്ളവോട്ടാണ്. നാണമുണ്ടോ CPM-കാരാ? ഓക്കെ, അപ്പോൾ തൽക്കാലം അതിൻ്റെ ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പോയി.